സ്വാഗതം. ഏതോ ജന്മകൽപ്പനയിൽ നാളത്തെയും മറ്റന്നാളത്തെയും ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഉള്ളത്. ശ്രുതിയും അശ്വിനും അങ്ങനെ കണ്ണ് നോക്കി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ. അത് ബാത്റൂമിന് മുന്നിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതി ആദ്യം ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അശ്വിൻ പറയുകയാണ്, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, എനിക്ക് തന്നെ ആദ്യം കുളിക്കാൻ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടല്ലോ. അപ്പോൾ അശ്വിൻ നടന്നിട്ട് വരുമ്പോഴത്തേക്ക് അശ്വിന് അത് കുളിക്കാൻ കയറിയേ പറ്റുള്ളൂ എന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ശ്രുതി തന്നെ ബാത്റൂമിൽ പോയി കുളിക്കണം എന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അശ്വിൻ വരുന്ന സമയത്ത് ഈ ശ്രുതി കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അശ്വിൻ പറയുകയാണ്, ഇനി എന്തായിരുന്നാലും എനിക്ക് ബാത്റൂമിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണം, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് കയറണമെന്ന് പറയുകയാണ് അശ്വിനോട്. അപ്പോൾ അശ്വിൻ വീണ്ടും പറയുകയാണ്, നിൻ്റെ സമയം കഴിഞ്ഞ് ഇനി എൻ്റെ സമയമാണ്, എനിക്ക് തന്നെ ആദ്യം കുളിക്കാൻ കയറണമെന്ന് പറയുകയാണ്. അന്നേരം അശ്വിൻ പെട്ടെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി സോപ്പൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ശ്രുതി പോയിട്ട് വെള്ളം ഓഫ് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ വെള്ളം തീർന്ന സമയത്ത് അശ്വിൻ ബാത്റൂമിൽ നിന്നിട്ട് വിളിക്കുകയാണ്, രാമേട്ട എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഇവിടെ രാമേട്ടനൊന്നുമില്ല, നിങ്ങളുടെ ഭാര്യയല്ലേ പുറത്ത് നിൽക്കുന്നത്, എന്തായിരുന്നാലും എൻ്റെ അടുത്ത് പറ വെള്ളം തീർന്ന കാര്യമെന്ന് പറയുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയാണ്, ഇത് ബാത്റൂമിലെ പൈപ്പ് ഓഫ് ചെയ്തത് ഞാനല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് അശ്വിൻ പറയുകയാണ്, അപ്പോൾ നിൻ്റെ പണിയാണല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, എന്തിനാ എൻ്റെ സമയത്ത് നിങ്ങൾ ബാത്റൂമിൽ കയറി, അതുകൊണ്ട് നിങ്ങൾക്കിട്ട് ഞാൻ പണി തന്നതാ എന്ന് ശ്രുതി പറയാണ് അശ്വിനോട്. എന്നിട്ട് ശ്രുതി പറയാണ്, ഞാൻ 1 മിനിറ്റ് ഇവിടെ എണ്ണും, അതിനുള്ളിൽ നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പൈപ്പ് തുറക്കില്ലെന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ അശ്വിൻ ടോയ്ലറ്റിൽ എന്നിട്ട് പറയുകയാണ്, ശ്രുതി പൈപ്പ് തുറക്കുമെന്ന്, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അതിനിടയിൽ പറയാണ്, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ തിരക്ക്, എനിക്ക് വീട്ടിൽ പണികളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ 1 മിനിറ്റ് ഞാൻ വീണ്ടും എണ്ണും, അതിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൈപ്പ് തുറന്ന് തരത്തേ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി എണ്ണാൻ തുടങ്ങുമ്പോഴത്തേക്ക് അശ്വിൻ ഇത് ഒരു ടവലൊക്കെ വെച്ച് തുടച്ചിട്ട് മൂടിയിട്ട് ഇങ്ങ് വരികയാണ്. അതിനുശേഷം ശ്രുതി ബാത്റൂമിലോട്ട് കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഞാൻ കുളിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് തെന്നി വീഴാൻ പോവുകയാണ്. എന്നിട്ട് ശ്രുതി ബാത്റൂമിലോട്ട് കയറിപ്പോയി. അതിനുശേഷം ശ്രുതി ആലോചിക്കുകയാണ്, അയ്യോ ഞാൻ പൈപ്പ് അടച്ചതുപോലെ അശ്വിനും ഇതുപോലെ ചെയ്യുമെന്ന് അവൾ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ശ്രുതി ഒരു പണി പറ്റിക്കുകയാണ്. ആന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അഞ്ജലി വരെയാണ്. അഞ്ജലി അവിടേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതൊരു പാറ്റ എന്ന് പറയുകയാണ്. ശ്രുതിക്ക് വേറെ ഒന്നുമല്ല, അത് ആന്ന് ശബ്ദം ഉണ്ടാകുമ്പോഴത്തേക്ക് അഞ്ജലി ഓടി എത്തുകയും പിന്നെ അശ്വിൻ വെള്ളം ഓഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അഞ്ജലി അവിടെ നിൽക്കുന്നത് കൊണ്ട്, അതാണ് ശ്രുതി അശ്വിനിട്ട് കൊടുത്ത പണി. അതാണ് ശ്രുതി ഈ ഒരു ഇതിൽ അത് ശ്രുതി തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. സത്യത്തിൽ അശ്വിൻ തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ കണ്ണും നോക്കി നിൽക്കുന്ന ഭാഗമൊക്കെയാണ്. പിന്നെ അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് ഉറങ്ങാൻ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അശ്വിൻ ഒരു ഭാഗത്ത് കിടക്കുന്നു, ശ്രുതി കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്നു, അതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അശ്വിൻ്റെയും ഫോട്ടോസ് എല്ലാം അവിടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ 2 ഫോട്ടോകളുടെ നടുക്ക് ശ്രുതിയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് ഒട്ടും തന്നെ അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല. അശ്വിൻ അതിനെ ചൊല്ലി തന്നെ വഴക്കും ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഇതെൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ ഭാര്യയ്ക്കും അധികാരമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ്റെ വാ അടപ്പിക്കുകയാണ് ചെയ്യുന്നത് ശ്രുതി. അപ്പോൾ നാളത്തെയും മറ്റന്നാളത്തെ ഭാഗമെല്ലാം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡെല്ലാം നല്ല എപ്പിസോഡുകളായിരിക്കും. പിന്നെ അശ്വിൻ്റെയും ശ്രുതിയുടെയും കുറച്ച് ഫൈറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ. അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് അശ്വിൻ്റെയും ശ്രുതിയുടെയും നല്ല ഫൈറ്റുകളൊക്കെ കാണാൻ പറ്റും.